ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലുണ്ടാകുമ്പോൾ എവിടെയും പോകാനില്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഇരിക്കുന്നത്, ആ ഒരു മോർണിംഗ് റുട്ടീൻ വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് കോൾഡൊക്കെ പിടിച്ച് സൈഡായിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്, എന്നാലും സൗണ്ടൊന്നും അങ്ങോട്ട് ശരിയായിട്ടുണ്ടായിരുന്നില്ല. എഴുന്നേറ്റ പാടെ ഹെയർ സെറ്റ് ചെയ്യേണ്ടതാണ് എന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഹെയർ സിറം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഫ്രിസി ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹെയർ സിറം എടുത്ത് ഞാൻ ഹെയറിൻ്റെ എൻഡ്സിലായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഹെയർ നന്നായിട്ട് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടിരിക്കും. കുറച്ച് നേരം വെക്കുമ്പോഴേക്ക് ഹെയർ അങ്ങ് റെഡി ആവും കേട്ടോ. പിന്നെ ഇതാ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ പ്ലിക്സിൻ്റെ ഒരു ഫേസ് വാഷാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷാണ്. അതിൽ ചെറിയൊരു ബീഡ്സ് വരുന്നുണ്ട്. അപ്പം അത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നൈറ്റ് സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അങ്ങനെ ഡസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ഇങ്ങനത്തെ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഫേസ് വാഷസ് യൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം സ്കിൻ ഡാമേജസ് ഉണ്ടാക്കാൻ കൂടും ഡെയിലി ഇങ്ങനത്തെ എക്സ്ഫോളിയേറ്റിംഗ് ചെയ്യുന്ന ഫേസ് വാഷ് യൂസ് ചെയ്താൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇത്രയും കുട്ടി ബ്രഷ്, ചെറിയ കുട്ടികളെ ബ്രഷാണ്? അല്ല ഗൈസ്, ഇതെൻ്റെ ബ്രഷ് തന്നെയാണ്. ഇത് വലിയ ബ്രഷാണ്. ഇതിൻ്റെ താഴെ ഇതൊരു ഇലക്ട്രോണിക് ബ്രഷാണ്. അപ്പോൾ അതിൻ്റെ താഴത്തെ പാർട്ടിൽ നമ്മൾ ബാറ്ററി ഒക്കെ ഇടുന്നത്. അപ്പം അത് ബാറ്ററി തീർന്നിട്ട് ഞാൻ താഴെ കൊണ്ടുവച്ചത്. അപ്പോൾ അത് എടുത്ത് വരാൻ മടിയായതുകൊണ്ട് ഇതങ്ങ് മാനുവലി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്രഷൊക്കെ ചെയ്ത് ഞാനിത് ആ ഫേസ് നന്നായിട്ട് പാട്രൈ ചെയ്തിട്ട് നമുക്കിനി സ്കിൻ കെയറിലേക്ക് കടക്കാം. ഡെർമക്കോടെ ഒരു മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും എനിക്ക് PR കിട്ടുന്ന പ്രൊഡക്ട്സാണ് ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് എന്തായാലും അവർ സെൻഡ് ചെയ്ത് തരും. ഞാൻ നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് സജസ്റ്റും ചെയ്ത് തരാറുള്ളത്. ഈ മോയ്സ്ചറൈസർ ട്യൂബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇതൊരു ഗ്ലാസ് സ്കിൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അത്രയും നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഞാൻ എന്തായാലും ഈ കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാം ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. ഒരുപാട് ഡിസ്കൗണ്ട്സ് ഓഫേഴ്സൊക്കെ ആമസോണിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കാണെങ്കിൽ ചെറിയ ബ്രേക്ക് ഔട്ട്സൊക്കെ ഉണ്ടായിരുന്നു ഈ ട്രാവലിങ്ങും പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരുന്നു. നാട്ടിൽ വന്ന് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ട് സ്കിന്നൊന്നും കെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ ഞാൻ സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് ഡെർമക്കോടെ തന്നെ. അപ്പം ആദ്യം ഇങ്ങനെ കുറച്ചൊരു വൈറ്റ് കാസ്റ്റ് തോന്നിക്കുമെങ്കിലും അത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്കിന്നിലേക്ക് നന്നായിട്ട് പിടിക്കും. ഇപ്പോൾ കണ്ടോ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഒരു പൊട്ടും കൂടെ കുത്തി കൊടുത്തു. പൊട്ട് കുത്തിയാൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് ആണ്. എനിക്ക് എന്നെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ട് തോന്നും പൊട്ടിട്ടാൽ. പിന്നെ ലിപ് ബാം കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ സ്കിൻ കെയർ. പിന്നെ ഞാൻ പോയിട്ട് റൂമിലെ കേർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചു. എനിക്ക് ഈ കേർട്ടൻസ് ഒക്കെ ഓപ്പൺ ചെയ്ത് നാച്ചുറലായിട്ട് റൂമിലേക്ക് എത്തിയാൽ തന്നെ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. പിന്നെ ഇന്നലെ കഴിച്ചിട്ട ചോക്ലേറ്റിൻ്റെ കവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ക്ലീനാക്കി. പിന്നെ നേരെ താഴെ പോയി അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പത്തിരിയും ചെറുപയർ കറിയായിരുന്നു. അമ്മ അച്ഛനൊക്കെ കാലിക്കറ്റ് എവിടെയോ പോയി. അപ്പം ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിച്ചു. അവരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ബോറടിയായിരുന്നു രാവിലെ. പിന്നെ പാലില്ലായിരുന്നു. അപ്പോൾ പാൽ ഓർഡർ ചെയ്തു. പാല് വന്നു. ഇന്ന് എനിക്ക് ചായ കുടിക്കാൻ തോന്നി. അല്ലെങ്കിൽ ഞാൻ ഡെയിലി ചായയൊന്നും മോർണിംഗ് കുടിക്കാത്ത ആളാണ്. ചായയും കോഫിയൊന്നും ഇപ്പം അങ്ങനെ കുടിക്കലില്ല. അങ്ങനെ ഞാനൊരു നല്ലൊരു ചായ അങ്ങോട്ട് ഉണ്ടാക്കി. പിന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സീസൺ 2 ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്നുള്ളത് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നൊരു കാര്യമാണ്. എനിക്ക് ഈ കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് കാലമായിട്ട് തന്നെ ഞാൻ ഇങ്ങനെ കുപ്പിവളയൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കാറുണ്ട്. അപ്പോൾ അതെനിക്ക് മര്യാദയ്ക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരു സാധനം ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു പണ്ടത്തെ വൈബ് കിട്ടുന്ന ഇങ്ങനത്തെ സംഭവമില്ലേ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഇരിക്കുക. അപ്പം അത് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ക്വാളിറ്റിയൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഞാൻ ആമസോണിൽ നിന്ന് അത് ഓർഡർ ചെയ്തിട്ട് വന്നു. അടിപൊളിയാണ് കേട്ടോ. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് എനിക്ക് കിട്ടിയത്. മുന്നേ വാങ്ങിച്ച എനിക്ക് ഇതേപോലെ തന്നെ വേറൊന്നും ഈ ഒരു രൂപത്തിലുള്ളതല്ല, വേറെ ടൈപ്പ് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. ഇതെന്തായാലും അടിപൊളിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് ഫിക്സ് ചെയ്തു. പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് കുപ്പിവള ഷോപ്പിങ്ങിന് ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ.
അപ്പോൾ കുറേ കുപ്പികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതിനൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് കുപ്പിയോളം വേണമായിരുന്നു. അപ്പോൾ ഞാൻ SM സ്ട്രീറ്റ്, കോഴിക്കോട് SM സ്ട്രീറ്റിൽ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ഷോപ്പിൽ നിന്നായിട്ടാണ് എനിക്ക് ഈ കുപ്പിയോളമൊക്കെ കിട്ടിയത്. പിന്നെ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇതുപോലെയുള്ള കുപ്പിയോളയാണ് ഞാൻ വാങ്ങിയത്. ഇതൊക്കെ എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നതാണ്. ഇത് കണ്ടില്ലേ, ഇതിലിങ്ങനെ ഓരോ ഡിസൈനായിട്ട് വരുന്ന കുപ്പിയോളകൾ SM സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയാണ്. പിന്നെ മറ്റേതൊക്കെ നമ്മൾ അധികം ഫാൻസി സ്റ്റോഴ്സിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് കളക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെ എല്ലാം ഉള്ളത് പിന്നെ നമ്മളെ ഷാർജയിലാണ്. അവിടുന്ന് ഇങ്ങനെ സാരിയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഇവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ അറേഞ്ച് ആക്കി കൊടുക്കുകയാണ്. എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇനിയും വാങ്ങിക്കണം, ഇനിയും ഇതിങ്ങനെ തന്നെ കുറച്ചുകൂടെ വേണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തു. കളേഴ്സൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, ഏതൊക്കെ കളേഴ്സ് വേണമെന്നുള്ളത്. എന്തായാലും സെറ്റ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ എൻ്റെ മോർണിംഗ് ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ.